ചെന്നൈ സൂപ്പർ കിങ്സിന് വീണ്ടും തിരിച്ചടി. പരിക്ക് പരിക്ക് പരിക്ക്. ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും ഇന്നലെ കളി നടന്നിട്ടുണ്ടായിരുന്നു. വിൽ ജാക്സിന്റെ ക്യാച്ച്, ഒരു കിഡു ക്യാച്ച് രാമകൃഷ്ണ ഘോഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അണ്ണന്റെ കാലെന്തോ ഫ്രാക്ചറായി IPL റൂൾഡ് ഔട്ട് ആയി. ഇതിന് മാത്രം പരിക്ക് എവിടുന്നടേ? ഈ ചെന്നൈ സൂപ്പർ കിങ്സിന് എന്താ ഹോസ്പിറ്റൽസ് ആയിട്ട് വല്ല ടൈപ്പ് ഉണ്ടോ? അല്ല, അറിയാൻ ചോദിക്കുകയാണ്. നത്താൻ എലിസ് സീസൺ തുടങ്ങുന്നതിന് മുമ്പേ റൂൾഡ് ഔട്ട് ആയി. അതിന് റീപ്ലേസ്മെന്റ് ആയി എടുത്തത് ഓൾറെഡി പരിക്കേറ്റ് കിടക്കുന്ന സ്പെൻസർ ജോൺസൺ. ധോണിക്ക് പരിക്ക്, ബ്രെവിസിന് പരിക്ക് ഉണ്ടായിരുന്നു, ഖലീൽ അഹമ്മദ് റൂൾഡ് ഔട്ട് ആയി, ആയുഷ് മാത്രമേ റൂൾഡ് ഔട്ട് ആയി, രാമകൃഷ്ണ ഘോഷ്. ഇനി റീപ്ലേസ്മെന്റ് ഒക്കെ എവിടുന്ന് പോയി എടുക്കും പറഞ്ഞിട്ടാണ്. ഇത് മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ പോണ പോലെയാണ് റീപ്ലേസ്മെന്റ് പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ നോക്കിയാൽ മതി, ഈ മറ്റേ ഗുർജപ്നീതിന് പകരം എന്താണ് ബ്രെവിസ് വന്നിട്ടുണ്ടായിരുന്നു, ഊർവിൽ പട്ടേൽ, ആയുഷ് മാത്രമൊക്കെ ആർക്കൊക്കെ പകരമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് ഡാഡീസ് ആർമിയുടെ വില മനസ്സിലാവുന്നത്. വാട്സൺ, ജൂപ്ലസിസ്, ഇമ്രാൻ താഹിർ, ഉത്തപ്പ, അമ്പാട്ടി റായിഡു, റഹാനെ, ഇവരൊക്കെ ഉള്ള സമയത്ത് ഒരു പരിക്കും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ചെറിയ പിള്ളേർക്ക് വരുമ്പോ അക്കത്തിനും പരിക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ, ഡാഡീസ് ആർമി ആയിരുന്നു ബെറ്റർ. ഇനിയിപ്പോ രാമകൃഷ്ണ ഘോഷിന് പകരം ആര് വരും ദൈവത്തിന് അറിയാം. അയ്യോ, ഇങ്ങനത്തെ ആരും ചെന്നൈ സൂപ്പർ കിങ്സിന് എതിരെ ബ്ലാക്ക് മാജിക് ചെയ്യുന്നു തോന്നുന്നു. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, ഇത്രയും ഗതി കെട്ടോ സീസൺ. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വല്ല റീപ്ലേസ്മെന്റ് വരുന്ന പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പൊ സ്ക്വാഡ് സെറ്റ് ആണ്. ഒരു കാര്യത്തില് എന്തൊക്കെ ഫ്ലെമിങ്ങിനെ കുറ്റം പറഞ്ഞാലും വേറെ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ആയുഷ് മാത്രയ്ക്ക് പകരം ഊർവിൽ പട്ടേൽ, ഖലീൽ അഹമ്മദിന് പകരം മുകേഷ് ചൗധരി, ഇപ്പൊ രാമകൃഷ്ണ ഘോഷിന് പകരം ചിലപ്പോൾ വേറെ വല്ല പ്ലേയേഴ്സ് ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമായിരിക്കും. ആൻഡ് ഇന്ന് സൺഡേ ആണ്, 2 കളി ഉണ്ടായിരുന്നു IPL. ഇന്ന് ഞായറാഴ്ചയാണെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ വൈകുന്നേരം KKR വേഴ്സസ് SRH കളി കാണാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ ഞാൻ നോക്കുന്നു ഇൻസ്റ്റാഗ്രാമില് കാവ്യ ചേച്ചി, കാവ്യ മാധവനല്ല, കാവ്യ മാരൻ സങ്കടപ്പെട്ടിരിക്കുന്നു, SRH പൊട്ടി. നൈസ്. ഞങ്ങളും SRH തമ്മിൽ ചേരില്ല. ആ പെണ്ണുമ്പോൾ ഒരാൾ കാരണമാണ് നമ്മളെ മറ്റേ ചെറുക്കന് 24 കോടി കൊടുക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ ആ പൈസക്ക് വേറെ ആരെങ്കിലും എടുത്തേനെ. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കാവ്യ മാരനെ കാണും തന്നെ ദേഷ്യമാണ്. SRH പൊട്ടിയത് വളരെ നല്ല കാര്യം. ഇപ്പൊ കണ്ട IPL ഈ പ്ലേ ഓഫിലോട്ട് അടുക്കുമ്പോ താഴെയുള്ള ടീമൊക്കെ ജയിച്ചു വരാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് കുറെ കാലം നിന്നുണ്ടായിരുന്ന KKR ആണ് ഇപ്പോ 2 കളി ജയിച്ചത്. ആ ഒരു പോയിന്റ് മഴയുടെ ദാനം. സൺറൈസേഴ്സിന് പൊട്ടിക്കാൻ സകലമാന ടീംസ് നോക്കി അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡിനെ ഔട്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നൊക്കെ അഭിഷേക് ശർമ്മ വേഗം കയറിപ്പോണം. ഹൾക്ക് പോലെ കളിക്കുന്ന ക്ലാസും വേഗം കയറിപ്പോയി. ആൻഡ് മറ്റേ ചീട്ടുകൊട്ടാരം പോലെ വീണ KKRന്റെ ബാറ്റിംഗ് സൈഡ് ഇന്ന് നന്നായി കളിക്കുകയും ചെയ്തു. നൈസ് KKR കയറി വരട്ടെ. മിക്കവാറും അടിവാരം മുംബൈയും LSG ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ കളി കണ്ടിട്ടുണ്ടായിരുന്നില്ല KKRന്റെ. നന്നായി, KKR ജയിച്ചു, നൈസ്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതാ പറ്റിയത്. അപ്പൊ ഞാൻ വൈകുന്നേരം പഞ്ചാബിന്റെയും അതേപോലെ തന്നെ മറ്റേ നമ്മുടെ പഞ്ചാബും അതേപോലെ തന്നെ ഗുജറാത്ത്, പഞ്ചാബിനായിരുന്നു ബാറ്റിംഗ്, ഇരുന്ന് കണ്ടു. കാരണം ഇവരുടെ ഓപ്പണേഴ്സ് പറയുന്ന സാധനം ഫയർ ക്രാക്കേഴ്സ് പോലെയാണ്, അടിച്ചു തൂറ്റിക്കും എല്ലാവരും. പ്രിയാൻചാരി പോയി, പ്രഭ്സിമ്രൻ പോയി, ശ്രേയസ് അയ്യർ പോയി, നിഹാൽ വധേര പോയി. ഒരു സമയത്ത് 40-4 അങ്ങനെ എന്തോ നിൽക്കുന്ന ടീമിനെ 160ക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഏതൊരു പയ്യൻ സൂര്യാൻചോ, അതാണ് പേര് തോന്നുന്നു, ഐ ഡോണ്ട് റിയലി റിമെമ്പർ. 50 അടിച്ച പയ്യൻ, ആ പയ്യനും അതേപോലെ തന്നെ സ്റ്റോണിസും, അവര് രണ്ടുപേരും കളിച്ചുകൊണ്ട് ഏകദേശം 160 എത്തി. ഇല്ലെങ്കിൽ നാണം കെട്ട് പൊട്ടിയാണ്. പഞ്ചാബിന്റെ ടീം വീണ്ടും എക്സ്പോസ് ആയി. അതായത് ബാറ്റിംഗ് നന്നായി കളിച്ചോ അവര് രക്ഷപ്പെട്ടു. കാരണം ഇവരുടെ ബോളേഴ്സിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ കളി എനിക്ക് തോന്നുന്നു രാജസ്ഥാന്റെ ഒപ്പമാണ് തോന്നുന്നു, ഏതോ ടീമിന്റെ ഒപ്പം 200 അടിച്ച് പൊട്ടിയില്ലേ. കാരണം ഇവർക്ക് ബോളിങ്ങിന് നല്ല ചെറിയ ടോട്ടലൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. 260-250 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അവര് ഡിഫെൻഡ് ചെയ്യും. 210-15 നോക്കുക വേണ്ട. ആൻഡ് മോനെ നിർഗുണ സൈഡാണെന്ന് ഞാൻ വിചാരിച്ച ടീമാണ് ഗുജറാത്ത്. ഞാൻ എല്ലാവരുടെയും പറയും ഇവരുടെ കളി ഞാൻ കാണില്ല. എന്നാൽ 2026 IPL ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് യൂണിറ്റുള്ള ഇവർക്ക്. പവർ പ്ലേയിൽ കണ്ട റബാഡയുടെ വെടിയുണ്ട, സിറാജിന്റെ കിഡു ബോളിംഗ്, റഷീദ് ഖാൻ ആണ് ഇപ്പൊ പീക്ക് ഫോമില്. ഹോൾഡർ വന്നതിന് ശേഷമാണ് ഈ ടീം ഒന്ന് സെറ്റായത്. സീരിയസ്ലി ഇത്രയും കാലം ഹോൾഡറിന് ഇവരെന്താ ബൾബ് ഇട്ട് വെക്കാൻ ഇരുത്തിയിരിക്കുകയായിരുന്നു. 4 വിക്കറ്റ്,
ആൻഡ് ഹി ക്യാൻ ആക്ച്വലി ബാറ്റ് കിഡു ഫീൽഡർ. കഴിഞ്ഞ കളിയിലും കണ്ടാണ് എനിക്കൊന്ന് RCBക്ക് എതിരെ പിന്നെ RCB പൊട്ടിച്ചടേ. ഇതിപ്പോ ഇന്ന് മറ്റേ പഞ്ചാബിനെയും പൊട്ടിച്ച്. ഗുജറാത്ത് മിക്കവാറും സൈലന്റ് കില്ലേഴ്സ് ആയിട്ടുണ്ട് ടൈറ്റിൽ അടിച്ചിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നൈക്ക് ഒരു കളിയുണ്ട് ഇവന്മാരായിട്ട്. ചെന്നൈ ഗുജറാത്തായിട്ടൊരു കളിയുണ്ട്, DC ആയിട്ടൊരു കളിയുണ്ട്, 2 കളി ലക്നൗ ആയിട്ടുണ്ട്, ഗുജറാത്തായിട്ടൊരു കളി ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഉണ്ട്. ആ ചെറുക്കൻ അന്ന് വന്നിട്ട് ചെന്നൈയിൽ ജയിച്ചിട്ട് പോയിട്ട് വിസിലൊക്കെ അടിച്ചിട്ട് ട്രോളി വിട്ടതാണ്. ഈ ഫോമിൽ അവരെ പൊട്ടിക്കാൻ പറ്റുന്ന അൺബിലീവബിൾ ആണ് ഇവരുടെ ഒരു കുതിപ്പ്. ഇവരുടെ ബാറ്റിംഗ് ഷോക്കാണ്. ഈ മറ്റേ ഗില്ലും അതേപോലെ തന്നെ സായി സുദർശനും പോയി കഴിഞ്ഞാൽ സുഖസുന്ദരായിട്ട് ജയിക്കുക. പോണ്ടേ, ഒരുത്തൻ മറ്റേ അട്ട ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയാണ് ഇരിക്കുക. സായി സുദർശൻ ഔട്ടാക്കാൻ പറ്റണ്ടേ, ഇന്നും 50 എന്തോ അടിച്ചു. സോ ഗുജറാത്ത് ഇപ്പൊ ഭയങ്കര ടൈറ്റിൽ വിന്നിങ് റേസിൽ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു കണ്ടന്ററാണ്. കിഡു, സിറാജൊക്കെ യജാതി കിഡു, റബാഡയൊക്കെ ഒരു പണ്ടൊക്കെ ചെണ്ടയായിരുന്നു, വെടിയുണ്ട, റഷീദ് ഖാൻ, നൈസ് ഹോൾഡർ, സമ്മതിക്കണം. പറയാൻ പറ്റില്ല കേട്ടോ. എനിക്കൊന്ന് ശുഭ്മാൻ ഗില്ല് താടി മീശയും വെച്ചപ്പോ ഇനിയിപ്പോ ധോണിയുടെ പ്രേതം കയറിയോന്ന് എനിക്ക് അറിയില്ല. അജാദ് ക്യാപ്റ്റൻസിയാണ് ഇപ്പൊ നടക്കുന്നത്. സോ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും പഞ്ചാബ് ഇപ്പൊ അടുപ്പിച്ച് 2 കളി തോറ്റു, RCB തോറ്റു വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവര് 2 പേരും പുറത്താവോ ദൈവത്തിന് അറിയാം. ഇപ്പോ IPL റിയൽ ഹീറ്റ് കിട്ടാൻ തുടങ്ങി. എനിക്ക് അത് മതി.